എന്താ വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സുജാത ആവനെ എങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ബോംബ് പൊട്ടിക്കാനാണെന്ന് അർത്ഥം. ഞാനിപ്പോ മൗനവ്രതത്തിലാ, ഒന്നും പറയാനും പറ്റില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട ഭഗവാനെ? ബാങ്കിൽ വർക്ക് ചെയ്യുന്ന അന്നപൂർണ ചേച്ചി ചിലപ്പോ ഫ്രീ ആയിരിക്കും. ഞാനൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു നോക്കട്ടെ. എല്ലാരും ഒരു നിമിഷം ഒന്ന് നിന്നേ. ചേച്ചി ഞാൻ പറയുന്നത് കേക്ക്. നീ ഇനി ഒന്നും പറയണ്ട, വാ. സുജാത ചേച്ചി എല്ലാ സത്യങ്ങളും പറയാൻ പോവാണോ? ഇനിയെങ്ങാനും ആവനി ശ്രീകരൻ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ കാര്യം സുജാതയ്ക്ക് അറിയോ? അതിനെ എല്ലാവരോടും പറയാൻ വേണ്ടിയായിരിക്കും കൊണ്ടുവരുന്നത്. ഈ സമയത്ത് അവരുടെ കല്യാണക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാ എന്റെ അവസ്ഥ എന്താകും? 9ാമത്തെ കാണിക്ക് ആവനിക്ക് കൊടുക്ക. അതെങ്ങനെ ശരിയാവും മോളെ? കാണിക്ക സ്വീകരിക്കാനുള്ള അർഹത ആവനിക്കുണ്ട്. ആവനിക്ക് അർഹതയുണ്ടോ? ഉണ്ട്. എങ്ങനെ? അത് പറയാം. എനിക്ക് ആ അർഹതയില്ലേ ചേച്ചി? സുജാത ചേച്ചി എന്നോടുള്ള സ്നേഹം കൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നേ? സുജാത ചേച്ചി, നിലവിലെ അവസ്ഥ എന്താണെന്നും അതിന്റെ ഗുണവും ദോഷവും എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം ഞാൻ ആലോചിച്ചിട്ട് തന്നെയാ. നീ എന്താ ആലോചിച്ചത്? ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നു. ഈ സുജാത ഇങ്ങോട്ട് വിളിക്കണ്ട, വന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ബുദ്ധിമുട്ടാവുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ അത് കേട്ടോ അമ്മമ്മേ? നോക്കുമോളെ, സൽസ്വഭാവമാണെങ്കിലും സൽഗുണങ്ങളാണെങ്കിലും ഇനി സഹായാണെങ്കിലും സഹനമാണെങ്കിലും അവനി മറ്റാരേക്കാളും മുന്നിലായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ഈ കാണിക്ക സ്വീകരിക്കാനുള്ള അർഹതയുണ്ടാവില്ല മോളെ. എന്താണെന്നോ, അതിന് കഴുത്തിലൊരു താലി ഉണ്ടാകണം, അവളൊരു ഭാര്യയാകണം, നെറ്റിലൊരു സിന്ദൂരം ഉണ്ടാകണം. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള എല്ലാ അർഹതയും ആവനിക്കും ഉണ്ടാകണം. അപ്പോഴേ ഇവൾക്ക് ഈ കാര്യങ്ങൾക്കെല്ലാം അർഹതയുണ്ടാകൂ. അതെ മോളെ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടിക്ക് അതിനുള്ള അവകാശമില്ല. നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. ആവനിക്ക് കാണിക്ക സമർപ്പിക്കാം. എന്താണെന്ന് വെച്ചാ ഇനി നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല ചേച്ചി. നിന്റെ മൗനവ്രതം എവിടെ പോയി? അത് പിന്നെ അത് ഇന്ന് രാത്രി 12 മണി കഴിയുന്നത് വരെ നീ വാതുറക്കാൻ പാടില്ലല്ലോ. വ്രതത്തിന് ഭംഗം സംഭവിച്ചില്ലേ മോളെ? മനസ്സിൽ എന്ത് ദുരുദ്ദേശം വെച്ചിട്ടാ മൗനവ്രതം എന്ന് പറഞ്ഞെന്ന് ആർക്കറിയാം? ആദ്യം എനിക്ക് പറയാനുള്ളത് കേൾക്ക്. നിങ്ങൾ കഷ്ടപ്പെടുന്ന എന്തിനാ? ഞാൻ പറഞ്ഞു കൊടുക്കാം സുജാത ചേച്ചി. ദാ നോക്ക്, ഞാൻ മൗനവ്രതം വെടിഞ്ഞത് തെറ്റാ. നല്ല കാര്യങ്ങൾക്ക് കാരണമാവുമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ചെറുപ്പത്തിലെ അച്ഛമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒമ്പതാമത്തെ ആളായി ആവനിക്ക് കാണിക്ക സ്വീകരിക്കാൻ പറ്റുമെന്നാണ് ഞാനും പറയുന്നത്. നീ ഇതെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? കല്യാണം കഴിഞ്ഞവർക്ക് മാത്രമല്ല, കല്യാണ പ്രായം എത്തിയ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസരം വന്നാ കാണിക്ക നൽകാമെന്ന് മുമ്പ് എപ്പോഴോ ഒരു പൂജാരി പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആവനിക്ക് നമ്മളത് സമർപ്പിക്കുന്നതില്
ഒരു വിധത്തിലുള്ള തെറ്റില്ലെന്ന് എല്ലാവരോടും ഞാൻ ഉറപ്പിച്ചു തന്നെ പറയാ. നീ എപ്പോഴോ കേട്ടതും എവിടെയോ കേട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്ക. എനിക്ക് പറയാനുള്ളത് കേൾക്ക്. നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടില്ലെന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആവിനുടെ മേൽ സത്യം ചെയ്യും. നാളെ ഒരു ദിവസം ഒരേ മുഹൂർത്തത്തില് ഒരേ മണ്ഡപത്തില് കല്യാണം നടക്കേണ്ടവരാ ഞങ്ങള്. ഞങ്ങൾക്കിടയിൽ പാരവയ്ക്കലും കൂടെ നിൽക്കലും ഒക്കെ എപ്പോഴും സംഭവിക്കും. ഇത് പക്ഷേ എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ മരുമകള് പറഞ്ഞത് ആലോചിക്കേണ്ട കാര്യം തന്നെയാ വേദവതി അമ്മേ. അമ്മയിങ്ങ് നോക്കിക്കേ, അവൻ ഈ പൂജ മുഴുവൻ നടത്തിയിട്ട് അമ്മയുടെ ദൃഷ്ടിയില് വലിയ സ്ഥാനം സമ്പാദിച്ചിട്ടുണ്ട്. നല്ലതിനെ അംഗീകരിക്കുന്ന ആചാരങ്ങളല്ലേ ഏറ്റവും നല്ലത്. ഇവളിത്ര നന്നായിട്ട് ആലോചിക്കുന്ന ആളൊന്നുമല്ല. ആവനിയുടെ കാര്യത്തിൽ ഒട്ടും ആലോചിക്കില്ല. നമ്മുടെ കണ്ണിപ്പെടാത്ത എന്തോ സംഭവിക്കുന്നുണ്ട് ചേച്ചി. അതുള്ളതാ. ഈ സമയത്ത് പുറത്തു നിന്ന് ഒരാളെ വിളിക്കുന്ന എന്തിനാ? നിങ്ങളുടെ ദൃഷ്ടിയില് വലിയ സ്ഥാനത്തുള്ള ആവനിക്ക് കൊടുക്കാം. അമ്മയുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ മരുമോള് നന്നായിട്ട് ആലോചിച്ചിട്ടുണ്ടല്ലോ വേദവതി അമ്മേ. ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ വേദവതി അമ്മേ. ഓരോ അവസരങ്ങളിലും ജനങ്ങളുടെ ആദരവ് നേടിയെടുക്കുന്നുണ്ട്. മറ്റുള്ള ആളുകളെ കുറിച്ച് വളരെ വിശാലമായി ചിന്തിക്കുന്നുണ്ട് മോളെ. എല്ലാവർക്കും സമ്മതാണെങ്കിൽ എനിക്ക് യാതൊരുവിധ എതിരുമില്ല. ഇത്തരം ദൈവിക സദസ്സുകളിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ ലീലയാ, നിന്റെ മഹത്വമാണെന്നാണ് വിശ്വസിക്കുന്നതമ്മേ. എല്ലാവർക്കും കാണിക്ക കൊടുക്കും മോളെ. അതെടുത്തിട്ട് വാ കാവ്യ. നിഹാരികയുടെ സൂത്രം കണ്ടുപിടിക്കുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. നിഹാരികയുടെ മനസ്സിൽ എന്തോ വലിയൊരു പ്ലാനുണ്ട്. സുജാത ചേച്ചി, അവനി ഓ ഭാഗ്യം. 9ാമത്തെ കാണിക്ക സ്വീകരിച്ച് ഞങ്ങളെ എല്ലാവരെയും വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് നീ രക്ഷിച്ചത്. താങ്ക് യു സോ മച്ച് അവനി. നല്ലൊരു മരുമകളെ കിട്ടിയല്ലോ. ഇതെല്ലാം ഞങ്ങൾ ചെയ്ത ഭാഗ്യമാണ്. ചേച്ചി, എല്ലാവർക്കും ഒപ്പം എനിക്കും ഈ കാണിക്ക സ്വീകരിക്കാനുള്ള ഭാഗ്യത്തിന് അർഹതയില്ലല്ലോ എന്നോർത്ത് ഇന്നലെ തൊട്ട് ഞാൻ മനസ്സ് നിറയെ വിഷമമായിട്ട് നിൽക്കായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി ചേച്ചി. നിങ്ങളും ആഗ്രഹിച്ച അത് തന്നെയല്ലേ? നിങ്ങൾക്കിപ്പോ സന്തോഷായില്ലേ? മരുമകൾ എന്നുള്ള അംഗീകാരം ലഭിച്ച് ഈ വീട്ടിൽ നടക്കേണ്ടവളാ നീ. ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് അതൊക്കെ സന്തോഷമായിട്ട് കാണുന്നു. എനിക്ക് എന്ത് സന്തോഷം ഉണ്ടാവാനാവനി? നിന്റെ താലി എല്ലാവരും കണ്ട് നീയാണ് മരുമകളെന്ന് അറിഞ്ഞ ശേഷം കാണിക്ക സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. അതെനിക്ക് ശരിക്കുമുള്ള സന്തോഷം തരുമായിരുന്നു. പക്ഷെ ഇപ്പോ
ആ സന്തോഷത്തിലല്ല ഞാൻ പോകുന്നത്. ഈ കല്യാണക്കാര്യം എല്ലാവരും അറിയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ചേച്ചി. പക്ഷെ ആ സമയങ്ങളിലൊന്നും വഴക്കുകൾ ഉണ്ടാവരുത്. നിഹാരിക ഈ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവരുത്. അതുപോലെ ഇവിടുത്തെ അമ്മയുടെ ജീവനും മറ്റൊരു പ്രശ്നം ഉണ്ടാവുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്? ഇതിനെ ആഗ്രഹം എന്നല്ല, ദുരാഗ്രഹം എന്നാ പറയാ. നീ പറഞ്ഞതുപോലെ സ്വപ്നത്തിലെങ്കിലും നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കില്ല. നീ പറയുന്നത് എന്താണെന്നോ? സേനയെ വേദനിപ്പിക്കരുത്, എന്നാ രാജ്യത്തെ കീഴടക്കുകയും ചെയ്യണമെന്ന് പറയുന്ന പോലെ. ജാതകം ചേരാത്ത പെണ്ണിനെ മരുമകളാക്കാൻ പറ്റാത്തോണ്ടല്ലേ അമ്മ ആദ്യം മുതലേ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നേ? നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാ അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കോ? ഞങ്ങളുടെ കല്യാണക്കാരി ഒരു നല്ല മുഹൂർത്തത്തില് പുറത്തറിഞ്ഞോളും ചേച്ചി. എനിക്ക് ആ വിശ്വാസമുണ്ട്. നിനക്ക് അന്ധവിശ്വാസ, എനിക്കാണെങ്കിൽ പേടിയും. അവസാനം ഇതൊക്കെ എന്താവോ എന്തോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അവസാന നിമിഷം നിഹാരിക എന്തിനാ അങ്ങനെ ചെയ്തത്? നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെന്നുള്ള കാര്യം ഇനി എങ്ങാനും അവൾക്കറിയാമോ? അറിഞ്ഞ അവള് മിണ്ടാതിരിക്കോ ചേച്ചി? അല്ല അവനി, എനിക്കെന്തോ ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം അറിഞ്ഞ പോലെ അവള് പെരുമാറിയത്. നിന്റെ കഴുത്തിലെ താലി എല്ലാവരും കാണുമെന്നുള്ള പേടി അവൾക്കുണ്ടായിരുന്നു. ഇല്ല ചേച്ചി, അത് നിങ്ങളുടെ സംശയം മാത്രോ? അവളുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്കപ്പൊ അങ്ങനെയാ തോന്നിയത്. നിന്റെ പേരിൽ അവള് സത്യം ചെയ്യിച്ചോണ്ടാ ഞാൻ അന്നേരം മിണ്ടാതിരുന്നേ. ഇല്ലെങ്കി ഇന്ന് നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് ഞാൻ എന്തായാലും പറഞ്ഞേനെ. ഞങ്ങളെ വേർപിരിക്കാൻ അവള് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന കാര്യമൊക്കെ സത്യ. പക്ഷേ കല്യാണക്കാര്യത്തെപ്പറ്റി നിഹാരികയ്ക്ക് അറിയില്ല. എന്റെ ഈ താലിയുടെ ശക്തി കൊണ്ടാ എനിക്കിപ്പോഴും ഈ വീട്ടില് നിൽക്കാൻ പറ്റുന്നേ. എന്തൊക്കെയായാലും നീ അവളുടെ അടുത്തൊന്ന് ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ. ശരി ചേച്ചി, ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ, ശ്രദ്ധിക്കണേ. ശരി. അയ്യോ, നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് ആ വീട്ടിന്റെ മുമ്പിൽ നിർത്താതെ അതിനു മുമ്പ് തന്നെ വികാസിനെ കണ്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി വികാസിന്റെ കണ്ണിലെങ്ങാനും വേദവതിയമ്മയുടെ വീട് പതിഞ്ഞിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമാവുമായിരുന്നു. നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ വികാസിന് ചെറിയ സംശയം തോന്നി തുടങ്ങിയതുകൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. നീ വാ. ചേച്ചി, പരിചയമുള്ള ആരുടെയോ മകൻ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്നത് എന്താ ചേച്ചി? പോയ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു, അതാ പെട്ടെന്ന് വന്നേ. ഇവൻ വഴിയിൽ വെച്ച് നമ്മളെ കണ്ടതല്ലേ, പിന്നെന്താ ഇവളിങ്ങനൊക്കെ പറയുന്നേ? ധൃതിയിൽ അറിയാതെ കാര്യം പറഞ്ഞല്ലോ. വേറെ എന്തെങ്കിലും പറഞ്ഞ് കവർ ചെയ്താൽ മതിയായിരുന്നു. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് സാരം. അത് ഞാൻ വിശ്വസിക്കണമെന്ന് സാരം. നിങ്ങൾ പറഞ്ഞത് കളവാണ്. ഹോസ്പിറ്റലിലേക്ക് പോയില്ല. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ റോട്ടിൽ വെച്ച് നിങ്ങളുടെ കാറ് കണ്ട് നിർത്തിയിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. എൻ്റെ അടുത്ത് എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഞാൻ അറിയാത്ത എന്തോ ഡ്രാമ നടക്കുന്നുണ്ട്. വാട്ട്സ് ഗോയിങ് ഓൺ അളിയാ? അയ്യേ, അങ്ങനെയൊന്നും ഇല്ല അളിയാ. ഐ വാണ്ട് ട്രൂത്ത്. എന്തിനാ തിരിച്ചു വന്നത് ചേച്ചി? ടെൽ മീ.
കമോൺ. ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന എന്തിനാ? ശരിക്കും ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം. നീ പറഞ്ഞ സത്യ, പാതി വഴിക്ക് വണ്ടി തിരിച്ചതാ. അതെന്തിനാന്ന് വെച്ചാ അവന്റെ വീട്ടുകാര് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അവന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്, അർജന്റായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതുകൊണ്ടാ തിരിച്ചു വന്നത്. അതെ അളിയ, നിന്റെ ചേച്ചി പറഞ്ഞത് സത്യ. ഈ കാര്യം പറയാൻ വേണ്ടി ഇത്രക്ക് ആലോചിച്ചത് എന്തിനാ? എന്തോ സത്യം മറച്ചു വെച്ച പോലെ. എന്തിനാ ടെൻഷനായത്? ആ പയ്യൻ എന്തെങ്കിലും സംഭവിക്കരുതെന്നല്ലാതെ ഞങ്ങൾക്ക് വേറെന്ത് ടെൻഷൻ ഉണ്ടാവാനാ? ശരിയല്ലേ ചേട്ടാ? അതെ ശരിയാ. എന്തൊരു തലവേദനയാ. നീ പെട്ടെന്ന് ഒരു കാപ്പി ഇട്ടുണ്ടോ ഗൗതമി? ആ ആയിക്കോട്ടെ. ഗൗതമി വന്നിരുന്നെങ്കിൽ ആവനിക്കൊരിക്കലും ആ കാണിക്ക ലഭിക്കില്ലായിരുന്നു. ഹലോ, എന്താ നിങ്ങക്ക്? വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് വിളിച്ചപ്പോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെന്താ സംഭവിച്ചേ? അത് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കണ്ട. നിങ്ങൾ വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് പകരം അവനി 9ാമത്തെ കാണിക്ക സ്വീകരിച്ചു. മംഗളഗൗരി വ്രതത്തില് എന്നേക്കാൾ കൂടുതൽ അവളാ സന്തോഷിച്ചത്. ബഹളം വെക്കല്ലേ മോളെ. വികാസ് എങ്ങാനും അറിഞ്ഞാ എല്ലാം തീരും. എന്തുകൊണ്ട് വന്നില്ലെന്ന് പറ. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാ. ഞാൻ അറിയാത്ത എന്തോ ഡ്രാമ നടക്കുന്നുണ്ട്. ശരിക്കും ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം. അവന്റെ വീട്ടുകാര് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അവന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്, അർജന്റായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതുകൊണ്ടാ തിരിച്ചു വന്നത്. ഈ കാര്യം പറയാൻ വേണ്ടി ഇത്രക്ക് ആലോചിച്ചത് എന്തിനാ? എന്തോ സത്യം മറച്ചു വെച്ച പോലെ. എന്തിനാ ടെൻഷനായത്? ആ പയ്യൻ എന്തെങ്കിലും സംഭവിക്കരുതെന്നല്ലാതെ ഞങ്ങൾക്ക് വേറെന്ത് ടെൻഷൻ ഉണ്ടാവാനാ? ഇനി നീ പറ, അവന്റെ കണ്ണിപ്പെടാതെ എങ്ങനെ വരും? വന്നിരുന്നെങ്കിൽ മംഗളഗൗരി വ്രതം ഒരു വഴിക്ക് കഴിയും. വികാസമായിട്ടായിരിക്കും പിന്നെ ശരിക്കും യുദ്ധം. അവന്റെ ചെവിയും കണ്ണും എല്ലാം നീഴല് പോലെ നമ്മുടെ പുറകെ ഉണ്ട് മോളെ. നമ്മൾ ശരിക്കും സൂക്ഷിക്കണം മോളെ. നീ അവന്റെ കണ്ണിലെങ്ങാനും പെട്ടുകഴിഞ്ഞാ സീതാരാമന് അപ്പോ വിക്കി വിടാൻ പോകുന്നില്ലെന്ന് സാരം. അതെ, അവൻ തന്ന പൈസ അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്റെ മകളെ കെട്ടിച്ചു തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞേക്ക് ഗൗതമി. അപ്പോ ദുബായിൽ നിന്ന് സ്പെഷ്യൽ പെട്രോൾ കൊണ്ടുവന്ന് 3 ആളുടെ മേത്തൊഴിച്ചവൻ കത്തിച്ചു കളയും. അതെ മോളെ, അവൻ അങ്ങനെയുള്ളവനാ. വികാസ് എല്ലാ രീതിയിലും ശക്തനാ മോളെ. നിന്നെ അവൻ കല്യാണം കഴിച്ച് അടങ്ങൂന്നുള്ള മട്ടിലാ. അതാ ഇപ്പൊ ഞങ്ങളുടെ പേടി. അപ്പോ ശ്രീകറുമായിട്ടുള്ള എന്റെ കല്യാണത്തിന് മുന്നേ വിക്കിയുടെ ചാവ് കാണണമെന്ന് സാരം. നീ എന്താ പറഞ്ഞത്? എന്റെ സ്നേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി വിക്കിയെ കൊന്നു കളയണമെന്ന്. നിഹാരിക, ഭ്രാന്താണോ നിനക്ക്? നീ ഇതെന്താ ഇങ്ങനെയൊക്കെ ആവുന്ന മോളെ? എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ അനിയനെ ദുബായിലേക്ക് പറഞ്ഞയച്ചു. ഇല്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് പറഞ്ഞയക്കും. ഞങ്ങളെ പേടിപ്പിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലത്. 10 തലയുള്ള രാവണനെ പോലെ ഒരാളവൻ. 100 നിഹാരികയ്ക്ക് സമൂഹ ഒറ്റ വികാസ്. മനസ്സിലായോ? ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കാതെ ശ്രദ്ധയോടെ നിന്നോ. ഒരു സൈഡിൽ ആവനിയെ സഹിക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഇപ്പൊ വിക്കിയുടെ ടോർച്ചറിങ്ങും തുടങ്ങി. ഈ വികാസിന് ഇത് എന്തിന്റെ കേടാ? എങ്ങനെ ഞാനിപ്പോ രക്ഷപ്പെടുക?
അയ്യോ ഏട്ടാ എന്താ ഏട്ടേ കാണിക്കുന്നേ? ആരെങ്കിലും വന്ന് കണ്ടാലോ? വിടേട്ടാ. അയ്യോ വിടേട്ടാ. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? വിട്. എന്താ നിങ്ങൾക്കിന്ന് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്? വിടേട്ടാ. ഇന്ന് എന്റെ മനസ്സേ ഒരുപാട് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. അതെന്തിന്? ചടങ്ങ് താൻ നന്നായിട്ട് നടത്തിയത്, പിന്നെ കാണിക്ക താൻ സ്വീകരിച്ചതും എല്ലാം ഒരു മിറാക്കിള് പോലെ സംഭവിച്ചു. അതുകൊണ്ടാടോ എല്ലാം നമ്മുടെ അമ്മയുടെ അനുഗ്രഹം. ഇന്ന് ചേച്ചി ഒരു കാര്യം പറഞ്ഞു പോയപ്പോ തൊട്ട് എന്റെ മനസ്സ് മുഴുവൻ അതേ കാര്യങ്ങളാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്താ അത്? ചേച്ചി ഇറങ്ങുന്ന സമയത്ത് നിഹാരികയെ കുറിച്ച് ഒരു സംശയം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്.